നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നാം വീണ്ടും സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ പൊങ്കാല. എന്നാൽ നാം തിളപ്പിക്കുന്ന ഈ പൊങ്കാലയ്ക്ക് പിന്നിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചോരയും കണ്ണീരും നിറഞ്ഞ ഒരു പ്രതികാരത്തിന്റെ ചരിത്രമുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരു സാധാരണ സ്ത്രീയുടെ കോപം എങ്ങനെയാണ് ഒരു മഹാസാമ്രാജ്യത്തെ ചുട്ടരിച്ചതെന്നും ആ കോപമടക്കാൻ ആറ്റുകാലിലെ അമ്മമാർ എന്തിനാണ് അന്ന് തിളച്ച കഞ്ഞിയും ശർക്കരയും നൽകിയതെന്നും നാം അറിഞ്ഞിരിക്കണം. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് ജ്യോതിഷപരമായി മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. മാർച്ച് 3 സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണം. ഗ്രഹണസമയത്തെ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനും കുടുംബത്തിലെ ദോഷങ്ങൾ മാറ്റാനും ഇത്തവണത്തെ പൊങ്കാല എങ്ങനെ സഹായിക്കുമെന്നതിൻ്റെ ശാസ്ത്രീയവും ആത്മീയവുമായ സത്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു. കർമ്മഫലം അഥവാ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമ്മളെ എങ്ങനെ തിരികെ വേട്ടയാടുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ കണ്ണകിയുടെ ചരിത്രം. വീഡിയോ മുഴുവനായും കാണുക. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനലിലെ എക്സ്ക്ലൂസീവ് വീഡിയോകൾക്കും ആത്മീയ ചർച്ചകൾക്കുമായി താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകുക. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ട്. തമിഴ്നാട്ടിലെ കാവേരി പൂമ്പട്ടണം അഥവാ പൂമ്പുഹാർ എന്ന അതിസമ്പന്നമായ തുറമുഖ നഗരം. അവിടെ മാനായ്ക്കൻ എന്ന വലിയ വ്യാപാരിയുടെ മകളായിരുന്നു അതിസുന്ദരിയായ കണ്ണകി. അവളുടെ വിവാഹം നടന്നത് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ മാഷാത്തുവാന്റെ മകൻ കോവലനുമായാണ്. സ്വർണവും രത്നങ്ങളും നിറഞ്ഞ യാതൊരു കുറവുകളുമില്ലാത്ത ഒരു രാജകീയ ജീവിതമായിരുന്നു അവരുടേത്. പക്ഷേ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും സമയം മോശമായാൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകും എന്ന് പറയാറില്ലേ? അതുതന്നെയാണ് കോവലന്റെ ജീവിതത്തിലും സംഭവിച്ചത്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തയായ മാധവി എന്ന നർത്തകിയെ കോവലൻ കണ്ടുമുട്ടുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ കോവലൻ സ്വന്തം ഭാര്യയായ കണ്ണകിയെയും കുടുംബത്തെയും മറന്ന് മാധവിക്കൊപ്പം ജീവിക്കാൻ തുടങ്ങി. തന്റെ സ്വത്തുക്കൾ മുഴുവൻ അവൻ മാധവിക്കായി ചിലവാക്കി. വർഷങ്ങൾ കടന്നുപോയി. കോവലന് തന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടു. ഒടുവിൽ കയ്യിലൊന്നുമില്ലാതെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവൻ തിരികെ കണ്ണകിയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ഏതൊരു സാധാരണ സ്ത്രീയും ഈ അവസരത്തിൽ ഭർത്താവിനെ തള്ളിപ്പറയുകയോ വെറുക്കുകയോ ചെയ്യും. എന്നാൽ കണ്ണകി അങ്ങനെ ചെയ്തില്ല. അവൾ അവനെ സ്വീകരിച്ചു. കാരണം അവൾ ഒരു പതിവ്രതയായിരുന്നു. ഭർത്താവിന്റെ തെറ്റുകൾ പൊറുത്ത് അവന് വീണ്ടും ഒരു ജീവിതം നൽകാൻ അവൾ തീരുമാനിച്ചു. പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തന്റെ പക്കൽ ബാക്കിയുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ആഭരണം, രത്നങ്ങൾ നിറച്ച തന്റെ 2 കാൽ ചിലമ്പിലൊന്ന് അവൾ കോവലന് ഊരി നൽകി. ഇത് വിറ്റ് പുതിയൊരു കച്ചവടം തുടങ്ങാൻ അവർ മധുര നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. കൊടും കാടുകളും കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ വെയിലേറ്റുവാടി അവർ മധുര എന്ന പാണ്ഡ്യരാജ്യത്തിന്റെ തലസ്ഥാനത്തെത്തിച്ചേർന്നു. മധുര ഭരിച്ചിരുന്നത് നെടുഞ്ചെഴിയൻ എന്ന അതിശക്തനായ പാണ്ഡ്യരാജാവായിരുന്നു. നീതിമാനായ രാജാവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കണ്ണകി നൽകിയ ചിലമ്പുമായി അത് വിൽക്കാനായി കോവലൻ മധുരയിലെ തെരുവിലൂടെ നടന്നു. അവിടെ വെച്ചവൻ രാജാവിന്റെ മുഖ്യ തട്ടാനെ കണ്ടുമുട്ടുന്നു. ഇവിടെയാണ് കർമ്മം അതിന്റെ ഏറ്റവും ക്രൂരമായ രൂപത്തിൽ ഇടപെടുന്നത്. ആ തട്ടാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രാജ്ഞിയുടെ ഒരു കാൽ ചിലമ്പ് മോഷ്ടിച്ചിരുന്നു. കോവലന്റെ കയ്യിലിരിക്കുന്ന ചിലമ്പ് കണ്ടപ്പോൾ തന്റെ കുറ്റം ഈ അപരിചിതന്റെ തലയിൽ കയറ്റിവെക്കാൻ ആ തട്ടാൻ തീരുമാനിച്ചു. അവൻ വേഗം രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു, മഹാരാജാവേ, രാജ്ഞിയുടെ കാൽ ചിലമ്പ് മോഷ്ടിച്ച കള്ളനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. യാതൊരു അന്വേഷണവും നടത്താതെ, കോവലന്റെ ഭാഗം കേൾക്കാൻ പോലും നിൽക്കാതെ പാണ്ഡ്യരാജാവ് ആ കൽപ്പന നൽകി. ആ കള്ളന്റെ തല വെട്ടി ചിലമ്പ് ഉടൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. സുഹൃത്തുക്കളെ, അധികാരത്തിന്റെ ഗർവിൽ ഒരു രാജഭരിതാവ് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്. അന്വേഷിക്കാതെ ചെയ്ത ആ ഒരൊറ്റ വിധി ആ രാജവംശത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുകയായിരുന്നു. രാജഭടന്മാർ തെരുവിൽ വെച്ച് നിസ്സഹായനായ കോവലനെ വെട്ടിക്കൊന്നു. കണ്ണകിയുടെ ഏക പ്രതീക്ഷയും അവിടെ അവസാനിച്ചു. വിവരമറിഞ്ഞ കണ്ണകി അലറിക്കരഞ്ഞുകൊണ്ട് മധുര നഗരത്തിലെ തെരുവുകളിലൂടെ ഓടി. രക്തം പുരണ്ട വസ്ത്രങ്ങളും അഴിച്ചിട്ട മുടിയും തളർന്ന ശരീരവുമായി വന്ന ആ ദേവിയെ ആറ്റുകാലിലെ സാധാരണക്കാരായ സ്ത്രീകൾ കണ്ടു. അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ടപ്പോൾ അതൊരു സാധാരണ സ്ത്രീയല്ലെന്നവർക്ക് മനസ്സിലായി.
ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ തങ്ങളുടെ വീടുകളിലുണ്ടായിരുന്ന ഉണക്കലരിയും ശർക്കരയും തേങ്ങയും ഉപയോഗിച്ച് അവർ അവിടെ വെച്ച് തീ കൂട്ടി പായസമുണ്ടാക്കി നൽകി. ആ സ്നേഹത്തിന് മുൻപിൽ, ആറ്റുകാലിലെ അമ്മമാരുടെ ഭക്തിക്ക് മുൻപിൽ കണ്ണകിയുടെ കോപം പൂർണ്ണമായും അടങ്ങി. അവൾ അവരെ അനുഗ്രഹിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി എന്നാണ് വിശ്വാസം. തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും തങ്ങളെ സംരക്ഷിക്കാനും എത്തിയ ഭദ്രകാളിയുടെ അവതാരമായാണ് ആറ്റുകാലമ്മയെ ഇന്നും നാം ആരാധിക്കുന്നത്. അന്ന് ആ അമ്മമാർ നൽകിയ സ്നേഹത്തിന്റെ പ്രതീകമായാണ് ഇന്നും ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാലിൽ പൊങ്കാല അർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പൊങ്കാലയ്ക്ക് ഇത്രയധികം ശക്തിയുള്ളത്? ഹൈന്ദവ വിശ്വാസപ്രകാരം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ കൃത്യമായ സംഗമമാണ് പൊങ്കാല. മണ്ണുകൊണ്ടുള്ള കലം ഭൂമിയെയും അതിലെ ജലം ജലത്തെയും പണ്ടാരയടുപ്പിലെ തീ അഗ്നിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ അഗ്നിയിൽ തിളച്ചു തൂവുന്ന നിവേദ്യം നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും പാപങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നാണ് ശാസ്ത്രം. ഇനി 2026 മാർച്ച് 3 ഒരു വലിയ ജ്യോതിഷ രഹസ്യം കൂടി പറയാം. അന്നേ ദിവസം ഒരു ചന്ദ്രഗ്രഹണം നടക്കുന്നു. വൈകുന്നേരത്തോടെയാണ് ഗ്രഹണ സമയം തുടങ്ങുന്നത്. ജ്യോതിഷത്തിൽ ചന്ദ്രൻ എന്നത് നമ്മുടെ മനസ്സിന്റെയും മാതൃത്വത്തിന്റെയും കാരകനാണ്. ഗ്രഹണ സമയത്ത് നെഗറ്റീവ് ഊർജങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹണ സൂതക കാലത്തിന് മുൻപായി ഉച്ചയ്ക്ക് പൊങ്കാല നിവേദിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ സകല കർമ്മദോഷങ്ങളെയും കണ്ണേറുകളെയും ഇല്ലാതാക്കുമെന്ന് ആത്മീയ പണ്ഡിതർ വ്യക്തമാക്കുന്നു. സുഹൃത്തുക്കളെ, കണ്ണകിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിൽക്കുന്നവരെ പ്രപഞ്ചം എപ്പോഴും കാത്തുരക്ഷിക്കും. ആറ്റുകാലമ്മ എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, അത് ഓരോ സ്ത്രീയുടെയും ഉള്ളിലെ സഹനശക്തിയുടെയും പ്രതിരോധത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ ഒരു പ്രതീകമാണ്. ഈ വരുന്ന മാർച്ച് 3 നിങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുക. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്താണെങ്കിലും അത് താഴെ കമന്റ് ബോക്സിൽ ആറ്റുകാലമ്മേ ശരണം എന്നതിനൊപ്പം രേഖപ്പെടുത്തുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ശക്തി കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തീർച്ചയായും ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുപോലുള്ള ആഴമുള്ള ചരിത്രങ്ങളും ആത്മീയ അറിവുകളും ജ്യോതിഷ വിവരങ്ങളും ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആകാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം മികച്ച വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനം. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.